നെറ്റ്വർക്ക് പ്രോബ്ലം ആണോ? Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ? പ്രേയറൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ ലീഡ് ചെയ്യാം, നോ പ്രോബ്ലം. ഞാൻ വന്നവരെ വെയിറ്റ് ചെയ്യല്ല. ഓക്കെ, പ്രേയർ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്ലീസ് ആരാ പ്രേയർ? ശ്രീവിദ്യ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവതും നിന്ദാനം, സ്വസ്ഥമായുറങ്ങിടാൻ സമ്പത്തിൽ മയങ്ങാതെ, മന്നിൻ സൗഭാഗ്യം നേടാനായാലും ആത്മനഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. താങ്ക് യു മിസ്. Signing Vidya. A very warm good afternoon to all, the respected teacher and my dear friends. Today it is my honor to introduce our teacher, Jisha ma'am. We extend a heartfelt welcome to you, ma'am. We are truly excited to learn from your guidance and experience, and we look forward towards under your mentorship. Thank you, ma'am, and once again a very warm welcome to you. ഓക്കെ ഫൈൻ. സൈൻ ഇൻ ഉണ്ടോ? മീൻസ് അറ്റ് തോട്ട് ഓഫ് ദി ഡേ ഉണ്ടോ? സൈൻ ഇൻ അറ്റ് തോട്ട് ഓഫ് ദി ഡേ. യെസ്. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട്. നമ്മൾ എവിടെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? Importance of health education. Okay.
സോ ഞാനതൊന്ന് ഷെയർ ചെയ്യാം ആദ്യം. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അപ്പൊ നമ്മൾ ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയാം ഹെൽത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മളുടെ മാർഗം, റൂട്ട്, മീൻസ്, മെഷേഴ്സ് എന്ന് പറയുന്നത് ഹൈജീൻ ആണ്. ഓക്കെ, സോ ആരാ റെഡി ആയിട്ടുള്ളത്? ഫസ്റ്റ് 2 പാരഗ്രാഫ്, ബുള്ളറ്റ് പോയിന്റ്സിന് മുമ്പുള്ള ഫസ്റ്റ് 2 പാരഗ്രാഫ്സ്. Importance of health education. Habits and behavior familiar in childhood remains constant even in adulthood. It is education that helps the child to achieve healthy habits and attitudes. No health program can be improved without the help of a school. Hence, whatever steps are taken in school regarding health have a direct effect on the community. Whatever happens in a community has its effect on the school. It expected school students, whatever they learn about health in the school, do inform or discuss with their parents, other family members. Hence, health knowledge generates through school, and parents also get education. Health cannot be achieved simply by taking 1 or 2 pills every day, not by observing, applying this knowledge in everyday life. The care of the body regarding food, cleanliness, exercise, protection against disease are essential for the avoidance of sound. സോ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമ്മള് സ്കൂളില് ഒരു ഹെൽത്തിന്റെ അവയർനെസിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് എല്ലാം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? സോ ഹാബിറ്റ്സ് ആൻഡ് ബിഹേവിയർ, എന്താ ഡിഫറൻസ്? എന്താണ് ഹാബിറ്റ്സ് ആൻഡ് ബിഹേവിയർ? ശീലങ്ങളാണ്. നമ്മളുടെ ചില ശീലങ്ങൾ, അത് ഹാബിറ്റ്സ് അല്ലെ? ഹാബിറ്റ്സ് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നെയിൽ ബൈറ്റിംഗ് ചിലരുടെ ഒരു ഹാബിറ്റ് ആണ്, അത് മാറ്റുക എന്ന് വെച്ചിട്ട് പാടായിരിക്കും. പക്ഷെ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിറ്റുവേഷൻ അനുസരിച്ച് മാറും. ശരിയാണോ? നമ്മൾ വീട്ടിൽ നമ്മളുടെ ബിഹേവിയർ ആയിരിക്കില്ല നമ്മളൊരു പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു മീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും, നമ്മളൊരു ഓഫീസിൽ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതുപോലുള്ള സ്ഥാപനങ്ങളിൽ, ബാങ്കിലോ അങ്ങനെയുള്ള ഒഫീഷ്യൽ, പിന്നെ ആരാധനാലയങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ബിഹേവിയർ, അപ്പൊ ഓരോ സിറ്റുവേഷൻസിനനുസരിച്ച് ബിഹേവിയറിൽ മാറ്റം വരും. പക്ഷെ ഹാബിറ്റ്സ് അത് ഇപ്പൊ ചൈൽഡ്ഹുഡില് ഇതിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും ഈ കാര്യങ്ങൾ, ഈവൻ ഇൻ അഡൽട്ട്ഹുഡിലും. ഓക്കെ, കാരണം ഈ ഹാബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അത് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പൊ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ തന്നെ ഗുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്ന രീതിയിൽ അവരെ നമ്മൾ അവയർനെസ് കൊടുത്ത് ട്രെയിൻഡ് ആക്കുവാണെങ്കിൽ അവര് അഡൽട്ട് ആവുമ്പോഴും അതുപോലെ തന്നെ, നമുക്കറിയാം തൊട്ടയിലെ ശീലം ചുടല വരെ. നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളോട് നോട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നോ? യെസ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലെ? ഹൗ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, how to prevent illness and how to prevent injuries and how to manage chronic conditions. അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന നോളജും സ്കിൽസും തരുന്നു. കറക്റ്റ് ടൈമിൽ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസ് നടക്കുമ്പോഴോ എന്തെങ്കിലും മറ്റൊരു സിറ്റുവേഷനിൽ നമ്മളുടെ ആ നോളജും സ്കിൽസും നമുക്ക്
ഉപയോഗപ്പെടുത്താനും പറ്റുന്നു. ആ ഒരു രീതിയിലാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു അവയർനെസ് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ സ്കൂളിന്റെ ഒരു സപ്പോർട്ടോ ഇല്ലാതെ നമുക്ക് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ്, ഹെൽത്ത് എഡ്യൂക്കേഷന്റെ പ്രോഗ്രാംസോ ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ച് അവയർനെസ്സോ സ്കൂളിന്റെ ഒരു സപ്പോർട്ട് കൂടി നമുക്കത് കൂടുതൽ ഇംപ്രൂവ് ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. വീട്ടിൽ നമ്മൾ പറയുന്ന പോലെയല്ല, സ്കൂളിൽ അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് എല്ലാം എടുക്കണം. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ഡയറക്റ്റ് എഫക്റ്റ് ആണ് കമ്മ്യൂണിറ്റിയിലേക്ക്. ഒരു കുട്ടിയിൽ നിന്ന് അത് ആ കുട്ടിയുടെ വീട്ടിലുള്ളവർക്ക് മുഴുവൻ കിട്ടുന്നു. അങ്ങനെ പല പല കുട്ടികൾ അവരവരുടെ വീട്ടിൽ പോയി ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നു. അപ്പൊ ഒരു കമ്മ്യൂണിറ്റി മുഴുവനാണ് അതിന്റെ അവയർനെസ്സിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് അത് സ്കൂളിൽ നിന്നും തന്നെ അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് എടുക്കുക തന്നെ വേണമെന്ന് പറയുന്നത്. അതുവഴി ഇൻഡയറക്ട്ലി വേറെ പലരും ആ കുട്ടിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളുകളും എഡ്യൂക്കേറ്റഡ് ആകുന്നു എന്നുള്ളതാണ്. 2 or 3 ടാബ്ലറ്റ്സ് ഒക്കെ ദിവസം കഴിച്ചത് കൊണ്ട്, അങ്ങനെ സപ്ലിമെന്റ്സ് എടുത്തത് കൊണ്ട് നമുക്ക് ഹെൽത്ത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഒരു നോളജ്, ഹെൽത്തിന്റെ അവയർനെസ്സിനെ കുറിച്ചുള്ള നോളജ് നമ്മൾ നമ്മളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുക തന്നെ വേണം. നമ്മുടെ ബോഡിയെ കെയർ ചെയ്യണം റിഗാർഡിങ് ഫുഡ്, പിന്നെ ക്ലീൻലിനെസ്, എക്സസൈസ്, ഡിസീസ് വരുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യുക, എക്സെട്ര. ഇതെല്ലാം നമ്മുടെ ഗുഡ് ഹെൽത്തിന് എസെൻഷ്യൽ ആണ്. നമ്മുടെ ഒരു സൗണ്ട് ബോഡിക്ക് എല്ലാത്തിനും ആ ഒരു ഗുഡ് ഹെൽത്തിന് എസെൻഷ്യൽ ആണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ. 3 പോയിന്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട്. അത് 3 ഒന്ന് ആരാ റീഡ് ചെയ്യാം? നെക്സ്റ്റ് ഞാൻ വായിക്കാം. Teaching principle of health and hygiene is important as school days make the foundation of habits. Second, the school authorities should guarantee that the school building gets fresh air and sunlight. Proper water supply should also be available for drinking as well as cleaning purpose. Third one, appropriate exercise should be included in the school curriculum in between study hours, which will be helpful to make the student work powerful. The school should be able to provide their children with a pleasant atmosphere for their growth and development. സോ ടീച്ചിങ് പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്കൂൾ ഡേയ്സിൽ. നമുക്ക് ഈ ഹാബിറ്റ്സ് കുട്ടികളിൽ നമ്മൾ പറഞ്ഞല്ലോ, ഹാബിറ്റ്സിന്റെ ഫൗണ്ടേഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ത്രൂ ഔട്ട് അവരുടെ ലൈഫിൽ ആ ഹാബിറ്റ് തന്നെയായിരിക്കും. അങ്ങനെ സ്കൂളിൽ തന്നെ ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ, ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ചുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഗൈഡ് ലൈൻസും എല്ലാം സ്കൂളിൽ തന്നെ കൊടുക്കണം. അത് കുട്ടികളുടെ ഏജിനനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറെ കൂടെ അവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും, അവർ ഇൻട്രസ്റ്റിംഗും ആയിരിക്കും. അത് മാത്രമല്ല, അവർ പഠിക്കുന്ന സ്കൂളില് ആ സ്കൂൾ അതോറിറ്റീസ്, മാനേജ്മെന്റ് അവര് പ്രൊവൈഡ് ചെയ്യണം കുട്ടികൾക്ക് വേണ്ടുന്ന പ്രോപ്പർ ആയിട്ടുള്ള ബിൽഡിംഗ്, അവിടെ നല്ല ഫ്രഷ് എയറും അതുപോലെ തന്നെ സൺലൈറ്റും അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. പ്രോപ്പർ വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം, നല്ല ക്ലീൻ ഡ്രിങ്കിങ് വാട്ടറും അതുപോലെ തന്നെ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള വെള്ളത്തിനും എല്ലാം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ആ സ്കൂളിൽ ഉണ്ടായിരിക്കണം. പിന്നെ സ്കൂളിന്റെ കരിക്കുലം, മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു സ്കൂള് ഗ്യാരണ്ടി ചെയ്ത് കൊടുക്കുന്നു, ഉറപ്പാക്കിയിട്ടും കൊടുക്കേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ്, സ്കൂൾ കരിക്കുലത്തില് കുറെ സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ടാവൂലേ, അതിന്റെ ഇൻ ബിറ്റ്വീൻ കുട്ടികൾക്ക് എക്സസൈസ് പ്രൊവൈഡ് ചെയ്യണം. എന്നാൽ മാത്രമാണ് കുട്ടികളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി അവർക്ക് വേണം, എന്നാൽ മാത്രമാണ് അവർ കൂടുതൽ പവർഫുൾ ആവുള്ളൂ. പിന്നെ കുട്ടികൾക്ക് ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ, അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടുന്ന ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ്, എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് അടുത്തത്. അത് ഓരോ പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്കത് ഓരോ പോയിന്റ് ഓരോരുത്തരായിട്ട് വായിക്കാം. 6 പോയിന്റ്സ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് ആരറിയില്ല? To provide information about. ഓൾറെഡി ആരോ വായിക്കാൻ തുടങ്ങിയല്ലോ. To
to provide information about health and hygiene. It aims at introducing the pupils and teachers with the functioning of the body, the roles of health and hygiene, and preventive measures for warding off diseases. It is to be noticed of pupils how bad habits, unhygienic ways of living, addiction to smoking and liquor, and such unhealthy practices result in strong consequence, betterment of human relationship, particularly from standpoint of health. ഓക്കെ, ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ എയിംസും വാല്യൂസും ആണ് നമ്മൾ പറയുന്നത്. സ്കൂൾസിൽ മെയിൻ ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ചുള്ള ശരിയായ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യും. ഇത് ടീച്ചേഴ്സിനും കുട്ടികൾക്കും അല്ലെ സ്വന്തം ബോഡി എങ്ങനെ അതിനെ പറ്റിയുള്ള അതെങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, അതെങ്ങനെ ക്ലീൻ ആക്കി വെക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എപ്പോഴെങ്കിലും അസുഖങ്ങൾ വരുവാണെങ്കിൽ അതിന് വേണ്ടുന്ന പ്രിവെന്റീവ് മെഷർ, അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാർഗങ്ങൾ, അതിനെക്കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുന്നു. പിന്നെ ബാഡ് ഹാബിറ്റ്സിനെ പറ്റി കുട്ടികൾ അവെയർ ആയിരിക്കണം. പിന്നെ ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം, അൺഹൈജീനിക് ആയിട്ടുള്ള രീതിയിൽ ആരെങ്കിലും ഏതെങ്കിലും കുട്ടി അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നും വളരുന്നുണ്ടോ, അതിന്റെയൊക്കെ എഫക്റ്റ് വളരെ കൂടുതലാണെന്നുള്ളത് അതൊന്നും മനസ്സിലാക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ശീലങ്ങൾ, സ്മോക്കിംഗ്, ലിക്കർ, അതുപോലെ അങ്ങനെയുള്ള അൺഹെൽത്തി പ്രാക്ടീസസ്, ഇതെല്ലാം അതിന്റെ എല്ലാം കോൺസിക്വൻസസ് വളരെ കൂടുതലാണ്. അപ്പം എപ്പോഴും ഹ്യൂമൻ റിലേഷൻഷിപ്പിന്റെ ബെറ്റർമെന്റ് എന്ന് പറയുന്നത് ഹെൽത്തിന്റെ ഒരു പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല ഹെൽത്തി ആയിരിക്കണം, അപ്പൊ അസുഖങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ആവശ്യമില്ലാത്ത ശീലങ്ങള്, നല്ല ബന്ധങ്ങൾ തന്നെ നമുക്ക് ഇല്ലാണ്ടാക്കും. അപ്പോൾ ഹ്യൂമൻ റിലേഷൻഷിപ്പിന്റെ ബെറ്റർമെന്റ് എന്ന് പറയുന്നത് ഹെൽത്തിൽ നിന്നാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാൻഡ് പോയിന്റ്, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സെക്കൻഡ് വൺ, ടു മെയിൻറ്റെയിൻ നോംസ് ഓഫ് ഗുഡ് ഫുഡ് ഹെൽത്ത്. ആരത്? To maintain norms of good food health. It helps the school authorities to keep certain principles of health in school, a number of programs of good health growth in the pupils, sufficient habits of hygiene, atmosphere such as cleanliness, etc. ഓക്കെ, ആ സെന്റൻസ് തുടങ്ങുമ്പോ തന്നെ ഹെൽപ്സ് ആണ് കേട്ടോ. HELPS ആണ്, അതൊന്ന് കറക്റ്റ് ചെയ്യാം. ഇറ്റ് ഹെൽപ്സ് ദ സ്കൂൾ അതോറിറ്റീസ് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഓക്കെ, സർട്ടൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത്. അപ്പം ഗുഡ് ഫുഡ് ഹെൽത്തിന്റെ നോംസ്, ആ ഒരു കണ്ടീഷൻസ് അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക. അതിന് വേണ്ടുന്ന നമ്പർ ഓഫ് പ്രോഗ്രാംസ്, ഫുഡ് ഫെസ്റ്റ് ഒക്കെ നടത്തൂല്ലേ, നല്ല ഡെലീഷ്യസ് മാത്രമല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡിന്റെ രീതിയിലുള്ള ഫുഡ് ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. കുട്ടികളോട് അങ്ങനെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് ഫുഡ് ഫെസ്റ്റ് പോലെയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ കുട്ടികളിൽ നല്ലൊരു ഹൈജീൻ അറ്റ്മോസ്ഫിയർ, ക്ലെൻലിനെസ്, അതിനെക്കുറിച്ചുള്ള ഹാബിറ്റ്സ് അതെല്ലാം അവരിൽ ജനറേറ്റ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും വേണ്ടുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യും. പിന്നെ അതാണ് ഗുഡ് ഫുഡ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ജങ്ക് ഫുഡ് കഴിക്കാതിരിക്കുക, ഹെൽത്തി ഫുഡ് ആയിട്ടുള്ളത് കഴിക്കാനായിട്ട് അങ്ങനെയുള്ള രീതിയിലുള്ള ചില അവയർനെസ് ഒക്കെ കൊടുക്കുക. നെക്സ്റ്റ് വൺ, ടു മേക്ക് പ്രിക്വേഷണറി ആൻഡ് പ്രിവെന്റീവ് മെഷേഴ്സ്. അതിന്റെ ലാസ്റ്റ് സെന്റൻസ് എൻഡ് ചെയ്യുന്നത് അവിടെ ഒരു കറക്ഷൻ ഉണ്ട്. ഫ്ലൈസ് എന്നാക്കുക, ഫയൽസ് എന്നാണ് കിടക്കുന്നത്. FLIES എന്നാക്കുക. ഈച്ച് അതർ, അതാണ് മീനിങ്. FLIES. യെസ്, വായിച്ചോളൂ. Is to take good precaution against pollution and spread of disease, so good hygiene arrangements are made. Urinals and toilets are kept clean. Sweeping is done daily, and the rooms and the furniture are kept neat and tidy. The edibles in the tuck shop are saved from flies. പ്രിക്വേഷണറി ആൻഡ് പ്രിവെന്റീവ് മെഷേഴ്സ്, അതായത് നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാനുള്ള പ്രിവെൻഷനും പ്രിക്വേഷൻസും എടുക്കുക. അതാണ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ഗാർഡ് ആൻഡ് സേഫ് ഗാർഡ്, സംരക്ഷിക്കുക എന്നുള്ള രീതിയിൽ.
ഇപ്പൊ നമുക്കറിയാം നമ്മുടെ അറ്റ്മോസ്ഫിയർ മുഴുവനും പലപ്പോഴും പൊല്യൂട്ടഡ് ആണ്. പലപ്പോഴും ഡിസീസസ് സ്പ്രെഡ് ചെയ്യാനായിട്ട് കാരണമാകും. എയർ ഒരു മീഡിയം ആണ്, അങ്ങനെ അസുഖങ്ങൾ സ്പ്രെഡ് ആവുന്നത്. വാട്ടർ ഒരു മീഡിയം ആണ്, അങ്ങനെ അസുഖങ്ങൾ സ്പ്രെഡ് ആവുന്നത്. പിന്നെ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ചിലപ്പോൾ ടച്ച് ചെയ്യുന്നത് കൊണ്ടോ ത്രൂ എയറോ ഒക്കെ അസുഖങ്ങൾ സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഗുഡ് ഹൈജീൻ അറേഞ്ച്മെന്റ്സ് ഉണ്ടാകും. പിന്നെ ഏറ്റവും അധികം അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന ഇൻസെക്ട്സിലൂടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. മോസ്കിറ്റോസ് ഉണ്ട്, അതുപോലെ തന്നെ ഈച്ചകൾ, ഫ്ലൈസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാറുണ്ട്. പിന്നെ എപ്പോഴും അസുഖങ്ങൾ വരാവുന്ന എന്താ പറയാ, ജേംസിന്റെ ഒരു മെയിൻ സ്ഥലമാണ് ഈ യൂറിനൽസും ടോയ്ലറ്റ്സും എല്ലാം. അതെല്ലാം എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് വെക്കുക, എല്ലാം വൃത്തിയായിട്ട് തുടച്ച് വൃത്തിയാക്കിയൊക്കെ വെക്കുക. പിന്നെ ഫർണിച്ചർ, റൂമിലുള്ള ഫർണിച്ചറും അതെല്ലാം ഡസ്റ്റ് ഫ്രീ ആയിരിക്കണം, നീറ്റ് ആൻഡ് ടൈഡി ആയിരിക്കണം. പിന്നെ എഡിബിൾസ് ഇൻ ദ ടക്ക് ഷോപ്പ്. ടക്ക് ഷോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻഡി സ്റ്റോർ ആണ് കേട്ടോ. അതായത് ചില സ്കൂളുകളിൽ ചെറിയൊരു ടക്ക് ഷോപ്പ് പോലെ ഉണ്ടാവും, ക്യാൻറ്റീൻ പോലെ. അവിടെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാവും, ചെറിയ സ്നാക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണും. വലിയ വലിയ കോളേജുകളിലൊക്കെ ലഞ്ച് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ക്യാൻറ്റീനുകളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ടക്ക് ഷോപ്പിലെ എഡിബിൾസ്, കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം ഈച്ചയിൽ നിന്നും സേവ് ചെയ്യുന്ന രീതിയിൽ വേണം കീപ്പ് ചെയ്യാനായിട്ട്. ഈ ഗ്ലാസിന്റെ ഷെൽഫ് പോലെയൊക്കെ ഉണ്ടാവും, ചില സമയത്ത് അത് തുറന്നൊക്കെ ഇരിക്കുമ്പോൾ ഈച്ച അകത്ത് കിടക്കാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ഈച്ച കയറാത്ത രീതിയിൽ പറ്റുന്ന രീതിയിലുള്ള ഗ്ലാസിനകത്തായിരിക്കണം ഇതുപോലുള്ള എഡിബിൾസ് ടക്ക് ഷോപ്പിൽ വെക്കേണ്ടത്. ക്യാൻഡി സ്റ്റോർ ആണ്, ഇങ്ങനെയുള്ള സ്വീറ്റ്സ് സ്നാക്സ് ഒക്കെ കിട്ടുന്ന ക്യാൻഡി സ്റ്റോറിനെയാണ് ടക്ക് ഷോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് വൺ, ടു ടേക്ക് ഫോർത്ത് പോയിന്റ്. To take curative measures, corrective action against disease is also taken. A medical checkup is made and deformities, injuries, and disease are detected and remedial measures are suggested. A good number of pupils suffer from myopia. An eye examination discovers the extent of short-sightedness. If glasses are not used in time, myopia will increase rapidly. Some pupils have poor quality teeth. If they suffer from pyorrhea, immediate medical treatment is needed. ഓക്കെ, ടു ടേക്ക് ക്യൂറേറ്റീവ് മെഷേഴ്സ്. നമ്മൾ പറഞ്ഞു പ്രിവെന്റീവ് മെഷറും പ്രിക്കോഷൻസും നമ്മൾ എടുക്കും അസുഖം വരാതിരിക്കാൻ. ഇനി വൺസ് ഇൻഫെക്റ്റഡ് ആയിപ്പോയി, അസുഖം വന്നു പോയി കഴിഞ്ഞാൽ അതിനെ ഹീല് ചെയ്യാനുള്ള അതിന്റെ റെമഡി നമ്മൾ എടുക്കേണ്ടി വരും. അതാണ് ക്യൂറേറ്റീവ് മെഷേഴ്സ്. ഹീല് ചെയ്യാനുള്ള എന്തെങ്കിലും മെഷേഴ്സ് നമ്മൾ എടുക്കണം. അപ്പോൾ അസുഖം എന്താണോ അതിന് വേണ്ടുന്ന മരുന്ന് തന്നെ ചെയ്യണം. കറക്റ്റീവ് ആക്ഷൻ എഗെയിൻസ്റ്റ് ഡിസീസ് അതാണ് എടുക്കേണ്ടത്. ഒരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. പലപ്പോഴും എന്തെങ്കിലും ഇൻഷുറീസോ ഡിസീസോ എല്ലാം ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള മെഷേഴ്സ് ഒക്കെ മനസ്സിലാക്കണം. പിന്നെ പലപ്പോഴും കുട്ടികൾ സഫർ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് മയോപ്പിയ, ഷോർട്ട് സൈറ്റഡ്നെസ്, അല്ലെ? ദൂരെയുള്ള ഒബ്ജക്ട്സ് അവർക്ക് ബ്ലേർഡ് ആയിട്ട് തോന്നും, അടുത്ത് വരുന്നത് മാത്രമേ ഉള്ളൂ, അടുത്ത് കാണുന്നത് മാത്രമേ ഉള്ളൂ ഭയങ്കര അവർക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുള്ളൂ, അതുണ്ടാവും. അപ്പൊ പലപ്പോഴും സ്കൂളുകളിൽ ഹെൽത്ത് ക്യാമ്പ് പോലെ നടത്താറുണ്ട്. കണ്ണിന്റെ പല്ലിന്റെ ഇത് രണ്ടുമാണ് കൂടുതലായിട്ടും ചെയ്യാറ്, അല്ലെ? പല്ല് സാധാരണ മിക്ക കുട്ടികൾക്കും പുവർ ഡെന്റൽ ഹൈജീൻ ആയിരിക്കും. ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യാതിരിക്കുക, സ്വീറ്റ്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ വാ കഴുകാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പുവർ ഡെന്റൽ ഹൈജീൻ അവർക്ക് ഉണ്ടാവാറുണ്ട്. പയോറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ചാർജ് ഓഫ് പസ്, ബ്ലീഡിങ് ഗമ്മില്ലേ, പഴുപ്പ്, മോണയിൽ നിന്നും ചോര വരിക, അങ്ങനെയുള്ളതൊക്കെ അത് പുവർ ഓറൽ ഹൈജീൻ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇതിനെല്ലാം ഇമ്മീഡിയറ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. കറക്റ്റ് സമയത്ത് ഗ്ലാസസ്, കണ്ണിന്റെ കാര്യത്തിൽ ഗ്ലാസസ് യൂസ് ചെയ്തില്ലെങ്കിൽ മയോപ്പിയ പെട്ടെന്ന് റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ചിലപ്പോൾ ലൈഫ് ലോങ് അങ്ങനെ വിഷൻ അങ്ങനെ ആയി പോകാം. ചില കുട്ടികൾക്ക് ഇനീഷ്യലി ഒക്കെ കാണിക്കുമ്പോൾ തന്നെ ചെറിയ എക്സസൈസിലൂടെയൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ചിലർക്ക് കുറച്ചു കാലം ഗ്ലാസ് വെച്ച് അത് കറക്റ്റ് ആകാറുണ്ട്. ഫോക്കസിങ് കറക്റ്റ് ആവുന്നവരെ വെച്ചാൽ മതിയാകും. അങ്ങനെ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെന്റ്, ക്യൂറേറ്റീവ് മെഷേഴ്സ്, ഹീലിംഗ്, റെമഡി നമ്മൾ എടുക്കുകയാണെങ്കിൽ കൂടുതൽ പ്രോബ്ലം ആവുന്നതിൽ നിന്നും നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാം. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിന്റ് ആരാ റീഡ് ചെയ്യാം? To develop and promote mental and emotional health. Mental and emotional health is also evenly necessary in the school health programs. While physical health made a pupil physically fit, mental and emotional health allows him to maintain an even temper and happy disposition.
നമ്മൾ പലപ്പോഴും ഹെൽത്തിന്റെ കാര്യം പറഞ്ഞു പോയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരീരത്തിന്റെ ആരോഗ്യം മാത്രമല്ല മനസ്സിന്റെ ആരോഗ്യം പ്രധാനമാണ്. നമുക്ക് 6ാമത്തെ ചാപ്റ്റർ വരുന്നുണ്ട്, മെന്റൽ ഹൈജീൻ ആൻഡ് മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട്. അവിടെ കൂടുതലായിട്ട് സംസാരിക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ കുട്ടികളുടെയും മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് അത് പ്രൊമോട്ട് ചെയ്യണം, അതിനെ ഡെവലപ്പ് ചെയ്യണം. അത് വളരെ നെസസറിയാണ്. പലപ്പോഴും ഇമോഷണലി അൺസ്റ്റേബിൾ ആയി പോകും കുട്ടികൾ. അപ്പൊ സ്കൂളിൽ അതിന് വേണ്ടുന്ന ഹെൽത്ത് പ്രോഗ്രാംസ്, മെന്റൽ ഹെൽത്ത് അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യണം. ഫിസിക്കൽ ഹെൽത്ത് കുട്ടിയെ ഫിസിക്കലി ഫിറ്റ് ആക്കുന്നു. മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് കുട്ടികൾക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു. നല്ലൊരു വെച്ചാല് ഇപ്പം ചില കുട്ടികൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും, ഭയങ്കര ദേഷ്യപ്പെടും, അങ്ങനെ ഇങ്ങനെയൊക്കെ. പിന്നെ അമിത ആഹ്ലാദം അതൊരു പ്രശ്നമാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവരുടെ ആ ഒരു ടെമ്പറും ഹാപ്പി ഡിസ്പോസിഷനും ഒക്കെ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യും. അവർക്ക് എല്ലാ ഇമോഷൻസിനെയും അവർക്ക് നല്ലപോലെ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുക. ആ രീതിയിലുള്ള ആക്ടിവിറ്റീസ്, യോഗയൊക്കെ ചിലപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ചെയ്യിക്കാറുണ്ട് കുട്ടികളെ കൊണ്ട്. സോ അങ്ങനെ പല ആക്ടിവിറ്റീസിലൂടെ അവരെ അത് മെയിൻറ്റെയിൻ ചെയ്യും. നെക്സ്റ്റ് 6th പോയിന്റ് ആരറിയില്ല. To develop a sense of civic responsibility among peoples. It has become today's necessity to develop a sense of civic responsibility in our students. They generally fall in their duty to help their fellow students in particular and other persons in general. They do not come to the assistance of theirs in time of need and help their suffering. So one of the objectives of health education is to develop a sense of civic responsibility. Through health education, people are to be made aware of social crimes like spitting anywhere, sneezing, and coughing on the faces of others. ഓക്കെ, അതിന്റെ താഴെയുള്ളത് വായിക്കണം. വേണ്ട വേണ്ട മതി, അത് കഴിഞ്ഞിട്ട് വായിക്കാം. അപ്പൊ സെൻസ് ഓഫ് സിവിക് റെസ്പോൺസിബിലിറ്റി, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കുട്ടികളിൽ ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം ഈ ഒരു സൊസൈറ്റിയുടെ ഭാഗമാണ്. അങ്ങനെയുള്ള രീതിയിൽ ഈ സൊസൈറ്റിക്ക് വേണ്ടി ഞാൻ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ആ സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മക്കളായിട്ട് ഇവരെ ഇറങ്ങുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഒരു സിവിക് റെസ്പോൺസിബിലിറ്റി അവരുടെ ഉണ്ടാകണം. കാരണം മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും അവരിൽ വരരുത്. ആ ഒരു രീതിയിലുള്ളൊരു സിവിക് റെസ്പോൺസിബിലിറ്റി ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് വളരെ അത്യാവശ്യമാണ്. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാം. പിന്നെ പലപ്പോഴും ചില കുട്ടികളിൽ അത് കാണാറില്ല. അങ്ങനെ നീഡി ആയിട്ടുള്ളവരെയും അങ്ങനെ സഫർ ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ ആ ഒരു എമ്പതി ഒന്നും വരാറില്ല. അപ്പൊ അങ്ങനെ ചെയ്യുക. അതാണ് സ്കൂളുകളിലൊക്കെ പല ക്യാമ്പും പ്രോഗ്രാംസും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതന്നെ. ചിലപ്പോൾ കുട്ടികളെയും കൊണ്ട് ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള രീതിയിൽ ഹോസ്പിറ്റലുകൾ വിസിറ്റ് ചെയ്ത് അവിടെ ആളുകൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കുക. NSSന്റെ ക്യാമ്പ് എടുത്ത് ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറെ ആക്ടിവിറ്റീസ് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. അപ്പൊ മറ്റുള്ളവരുടെ സഫറിങ് മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മക്കളായിട്ട് അവരെ നമുക്ക് വളർത്താനായിട്ട് പറ്റണം. ആ ഒരു റെസ്പോൺസിബിലിറ്റി അവരിലുണ്ടാവണം. വീട്ടിൽ തന്നെ പ്രായമായവരുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കാൻ അവർ കേപ്പബിൾ ആകും. അപ്പൊ അവരെ നോക്കേണ്ടതുണ്ട്. അവരെ അതെന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു ഫീലൊക്കെ വേണം. അപ്പൊ നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണ് അവരും ചെയ്യുള്ളൂ. നമ്മളും അങ്ങനെ ആ പ്രായമായവരോട് നമ്മൾ ചെയ്യുന്ന കാണുമ്പോൾ അവര് നമ്മളെ ഫോളോ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ ക്രൈംസ്, സോഷ്യൽ ഇഷ്യൂസ് ഇതിന്റെ ഒന്നും ഭാഗമാകരുത്. അത് അവർ ചെയ്യരുത്. അങ്ങനെ ആരെങ്കിലും ഇത് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അത് അവര് പറയാൻ പറ്റുന്ന ഇടങ്ങളിൽ അവർ പറയുക തന്നെ വേണം. അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരെങ്കിലും അറിയിക്കുകയും ചെയ്യാം. പിന്നെ അവിടെ ഇവിടെയൊക്കെ തുപ്പിയിടുക, മറ്റുള്ളവരുടെ മുഖത്തേക്കായിട്ട് തുമ്മുക, ചുമക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ശരിക്കൊരു സോഷ്യൽ ന്യൂസൻസ് തന്നെയാണ്. ഓക്കെ, ഇനി ഇൻസൈഡ് സ്കൂളും ഔട്ട്സൈഡ് സ്കൂളും ഈ ഒരു ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ്, ഏതെല്ലാം കാര്യങ്ങൾ സ്കൂളിൽ ശ്രദ്ധിക്കുന്നുണ്ട്, പുറത്ത് വീട്ടിലാണെങ്കിലും കുട്ടി വളരുന്ന കമ്മ്യൂണിറ്റിയിലാണെങ്കിലും എന്തെല്ലാം ശ്രദ്ധിക്കുന്നു എന്നുള്ളത് നെക്സ്റ്റ്. ഇൻസൈഡ് സ്കൂൾ എന്നുള്ളത്, ഇൻസൈഡ് ദ സ്കൂള് ഒരാൾ വായിക്കുക, ഔട്ട്സൈഡ് ദ സ്കൂള് മറ്റാൾ വായിക്കുക. പ്ലീസ് മാം, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിലെ മാം ക്വസ്റ്റ്യൻസ് എഴുതിപ്പിച്ചായിരുന്നു. അപ്പൊ അതിന്റെ എന്തെങ്കിലും നോട്ട്സ് എഴുതിപ്പിക്കാനാണോ?
like how to maintain healthy lifestyle, how to prevent illness, and how to prevent injuries. പറഞ്ഞിട്ട് 3 questions മാം നോട്ട് ഡൗൺ ചെയ്യാൻ പറഞ്ഞായിരുന്നു. ആക്ച്വലി സുബി, ഇറ്റ്സ് നോട്ട് ലൈക്ക് ക്വസ്റ്റ്യൻസ്, അത് ഞാനൊരു പോയിന്റ് ആയിട്ട് പറഞ്ഞല്ലേ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ. യെസ് മാം. അപ്പം Yes, അതിന്റെ ma'am. സബ് Importance പോയിന്റ്സ് of എന്തെങ്കിലും health. മെൻഷൻ ചെയ്യണോ, അതോ അതൊരു പോയിന്റ് ആയിട്ട് തന്നെ എഴുതിയാൽ മതിയോ? ജസ്റ്റ് ആ പോയിന്റ് ആയിട്ട് പറയുന്നത്. കാരണം നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനും അതിന്റെ സ്കോപ്പ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനും പറഞ്ഞപ്പോൾ ആക്ച്വലി ഹെൽത്തിന്റെ അവയർനെസ് തരുന്നതാണല്ലോ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ അവയർനെസ് റിഗാർഡിംഗ് വിത്ത് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ് അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അപ്പൊ അങ്ങനെയുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നത്, ഏത് ഏരിയയിലാണെന്നുള്ളത് ഞാൻ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞത്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഹെൽപ്സ്. മുകളിൽ അങ്ങനെ ഒരു സെന്റൻസ് കൂടെ ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. താഴെ പോയിന്റ് ആയിട്ട് ഹൗ ടു മെയിൻറ്റെയിൻ എ healthy lifestyle, how to prevent illness, how to prevent injuries, and how to manage chronic conditions. ഇതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ അവയർനെസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു എങ്ങനെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, എങ്ങനെ ഇൽനെസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഇൻഷുറീസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ ക്രോണിക് കണ്ടീഷൻസ് മാനേജ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് അതിനുള്ള അവയർനെസ് കിട്ടുന്നത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. അതാണ് ഉദ്ദേശിച്ചത്. ഹൗ എന്നപ്പോ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നിപ്പോയല്ലേ? ഓക്കെ, യു ക്യാൻ. നിങ്ങൾക്കത് നോട്ട് പോലെ എഴുതണമെങ്കിൽ എഴുതാട്ടോ. അതിന് വേണ്ടുന്ന മാർഗങ്ങൾ നമുക്ക് എന്തൊക്കെ സ്വീകരിക്കാം എന്നുള്ളതൊക്കെ വേണമെങ്കിൽ എഴുതാം. നോക്കുള്ളൂ. ഇറ്റ്സ് അപ് ടു യു. മാം, അതുപോലെ അസൈൻമെന്റ് ഇനിയും ക്ലാസ്സിൽ അതിൽ ആഡ് ചെയ്തിട്ടുള്ള അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല എന്നല്ലേ? അത് മനഃപൂർവ്വം ഇടാത്തതാണ്, വേറൊന്നുമല്ല. നിങ്ങൾക്ക് മുമ്പുള്ള പല ബാച്ചുകളുടെ കറക്റ്റ് ചെയ്ത് ഒരുവിധം ആയിട്ട് ക്വസ്റ്റ്യൻ ഇടുവാണെങ്കിൽ, അപ്പൊ നിങ്ങളെല്ലാം റെഡി ആയിട്ട് വെച്ചിരിക്കുകയല്ലേ? ക്വസ്റ്റ്യൻ ഇടുമ്പോൾ നിങ്ങളുടെ ബാച്ചിന്റെ മുഴുവനും അതിലേക്ക് വരും. അപ്പൊ നിങ്ങളുടെയും കറക്റ്റ് ചെയ്യാൻ ടൈം വേണമല്ലോ. അപ്പൊ അവരുടെ ഒന്ന് ഒരുവിധം ആയി ഒന്ന് ബാലൻസ് ആയി കഴിയുമ്പോഴേക്കും ഇടാന്ന് വിചാരിച്ചിട്ടാ. എന്നൊന്ന് റിമൈൻഡ് ചെയ്യിച്ചാൽ മതി. ഞാൻ ഈ മാസം അവസാനം എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കണേ. കാരണം ഇപ്പൊ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്ന ചിലപ്പോ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ ചിലപ്പോൾ കുറച്ചുകൂടെ ടൈം എടുക്കും. അപ്പൊ ഒന്ന് റിമൈൻഡ് ചെയ്യിച്ചാൽ മതി. ഹെൽത്തിന്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പം അതും മാം ആ സമയത്ത് റിമൈൻഡ് ചെയ്യിപ്പിച്ചാൽ മതി. മതി. ഇനി തരാനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ആ ഒരു ടൈമിൽ റിമൈൻഡ് ചെയ്യിച്ചാൽ മതി. എല്ലാം റെഡി ആക്കി വെച്ചേക്കുവാണല്ലോ. Inside the school, a school has to arrange activities in following areas and in manners given below. First one, the school should be given situated in a place with a healthy atmosphere. Second, regular health inspections and maintenance of health records of students. The help of local authorities may also be utilized to form health programs in school. Provide first aid for the essential. It should be taken care of that students are getting clean and healthy food and drinks which are more natural. നമുക്കറിയാം, ഒരു കുട്ടി വളരുന്ന ആ ഒരു സമയത്ത് ഇതുപോലെ എൻവയോൺമെന്റിന്റെ 3 ഫേസസിലൂടെ കടന്നു പോകുന്നുണ്ട്, 3 ഏരിയയിലൂടെ കടന്നു പോകുന്നുണ്ട്. സ്കൂള്, വീട്, പിന്നെ സൊസൈറ്റി, ആ ഒരു കമ്മ്യൂണിറ്റി അല്ലെ. അപ്പൊ സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുന്നത്. ആക്റ്റീവായി എനർജറ്റിക് ആയിട്ടിരിക്കുന്ന ടൈം കൂടുതലും സ്കൂളിലാണ്. അപ്പൊ ഈ കുട്ടികൾ സ്കൂളിൽ ഇരിക്കുന്ന സ്ഥലം, നമ്മൾ നമ്മുടെ ഒരു കുട്ടിയെ സ്കൂളിലാക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും അല്ലെ? അപ്പൊ ഒരു സ്കൂൾ തുടങ്ങാൻ പോകുന്നവരും അത് തന്നെ ചിന്തിക്കണം. ഇരിക്കുന്ന സ്ഥലം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കണം സിറ്റുവേറ്റ് ചെയ്യുന്നത്. പിന്നെ സ്കൂളില് കുട്ടികളുടെ ഈ ഒരു ഹെൽത്ത് ഫയലോ ഹെൽത്ത് ചാർട്ടോ ആ ഒരു രീതിയിൽ കുറെ ഡേറ്റാസ് അക്കാദമിക് ഇയർ തുടങ്ങുമ്പോൾ തന്നെ അവർ കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. എന്തെങ്കിലും അലർജി ഉണ്ടോ, മരുന്ന് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഹൈറ്റ്, വെയിറ്റ്, ബ്ലഡ് ഗ്രൂപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാറുണ്ട്, ഏജ് അങ്ങനെയുള്ളതൊക്കെ. സ്കൂളിൽ ഇതുപോലെ റെഗുലർ ആയിട്ട് ഹെൽത്ത് ഇൻസ്പെക്ഷനും ഹെൽത്ത് റെക്കോർഡ്സിന്റെ മെയിൻ്റനൻസും ഒക്കെ സ്കൂളിൽ ഉറപ്പാക്കണം. പിന്നെ ലോക്കൽ അതോറിറ്റീസിന്റെ ഹെൽപ്പോട് കൂടി, ചിലപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കാം, കഴിഞ്ഞിടെ ഇങ്ങനെ പറയുമായിരുന്നു CPR കൊടുക്കുന്നത് എല്ലാ തലങ്ങളിലും, സ്കൂൾ, കോളേജ്, ഓഫീസ്, അങ്ങനെ എന്തൊക്കെ ഏരിയ ഉണ്ടോ. ഇപ്പൊ ഒരു
റെസിഡൻസ് അസോസിയേഷൻ ആണെങ്കിൽ അങ്ങനെ എന്താ പറയാ ത്രൂ ആശാ വർക്കർ അല്ലെങ്കിൽ ത്രൂ അംഗൻവാടി അങ്ങനെയൊക്കെ CPR കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ആളുകൾ പലപ്പോഴും ഇതുപോലെ കുഴഞ്ഞു വീഴുന്നു, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലേ. അപ്പൊ അത് എല്ലാവരും പഠിച്ചിരിക്കണം, എല്ലാവരും അറിഞ്ഞിരിക്കണം. ഒരു വീട്ടിലുള്ള ഒരാളെങ്കിലും അത് അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരു കാര്യത്തിൽ പറയുന്നത് ശരിയായ രീതിയിൽ CPR കൊടുക്കാനായിട്ട്. അതിന്റെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് നമുക്കത് മോക്ക് ഡ്രില്ല് പോലെ ട്രെയിനിങ് തരുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ സ്കൂളിലും അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അതാണ് ലോക്കൽ അതോറിറ്റീസിന്റെ ഹെൽപ്പോട് കൂടി ഏതെങ്കിലും രീതിയിലുള്ള പ്രോഗ്രാംസ് സ്കൂളിൽ കണ്ടക്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ഫസ്റ്റ് എയ്ഡ് സ്കൂളാവുമ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി ഫസ്റ്റ് എയ്ഡ് ഉണ്ടായിരിക്കണം. പിന്നെ കുട്ടികൾക്ക് ക്ലീൻ ആൻഡ് ഹെൽത്തി ഫുഡ്, അതുപോലെ തന്നെ ഡ്രിങ്ക്സ്, അത് മോർ നാച്ചുറൽ ആയിട്ടുള്ളത് കിട്ടുകയാണെന്നുള്ളത് ഉറപ്പുവരുത്തണം. കുട്ടികളെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫുഡ് വരെയും ടീച്ചേഴ്സ് ശ്രദ്ധിക്കാറുണ്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണോ അങ്ങനെയൊക്കെ. എന്റെ മോളൊക്കെ പഠിക്കുന്ന സമയത്ത് LKG ആയിരുന്ന സമയത്ത് സിസ്റ്റർ ഇങ്ങനെ പറയും, കുട്ടികൾക്ക് ഉച്ചയ്ക്കെങ്കിലും നിങ്ങൾ ചോറ് കൊടുത്തു വിടണം, ആ ഒരു നേരമെങ്കിലും അവർ ചോറ് കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കറികളൊക്കെ ആയിട്ട് ചോറ് കൊടുത്തു വിടണം എന്നുള്ള രീതിയിൽ സിസ്റ്റർ പറയുമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കൊടുത്തു വിടരുതെന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഔട്ട്സൈഡ് ദ സ്കൂൾ. ഇനി സ്കൂളിന് പുറത്ത് ഉള്ള കാര്യങ്ങള്, നമ്മൾ ജീവിക്കുന്ന ഏരിയയാണ്, നമ്മുടെ സൊസൈറ്റിയാണ്, എല്ലാം ഈ ഔട്ട്സൈഡ് സ്കൂൾ എന്നുള്ളതിൽ വരും. അപ്പൊ ആ ഒരു പോയിന്റ്സ് കുറച്ച് പോയിന്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മുഴുവൻ വായിക്കുള്ളൂ, ചെറിയ ചെറിയ പോയിന്റ്സ്. ആരാ വായിക്കും? Standard of living. If the standard of living of the society is high, the health and hygiene of the people can be untouched. It should be the corporation of the society and the government to raise the standard of living of the people. Sanitation and hygiene. Sanitation and hygiene of the society, of the city or village is very important. If the city is dirty and the premise of the school is not cleaned, children cannot escape falling prey to disease. Food and cloth. Food provided to children should be healthy and clothes they put on should be neat and clean. Such children remain healthy at school. Clothes should be neither too tight nor too loose. House. The location and plan of the house have a good role in keeping in the health of the people. In good ventilation and sunlight is necessary. Atmosphere should be neat and free from unhealthy conditions. Interior. The interior should be kept neat and clean for the children to be free from unhealthy situations. Okay. So outside the school, standard of living, അല്ലെ? സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇപ്പൊ ഒരു സൊസൈറ്റി, ആ സൊസൈറ്റി ഒരു റെസിഡൻസ് ഏരിയ, അവിടെയുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഹൈ ആണെങ്കിൽ, അതായത് അവിടുത്തെ ആളുകളെല്ലാം ഹെൽത്തിനും ഹൈജീനും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, പ്രോപ്പർ ആയിട്ടുള്ള ഡ്രെയിനേജിന്റെ ക്ലീനിങ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, വേസ്റ്റ് മാനേജ്മെന്റ് എല്ലാം പ്രോപ്പറായി നടക്കുവാണെങ്കിൽ ആ ഒരു സ്ഥലം എന്ന് പറയുന്ന ആ ഒരു ലൊക്കേഷൻ, ആ ഒരു ലൊക്കാലിറ്റി, ആ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് നല്ല ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഉള്ള ഏരിയ ആയിരിക്കും. ആളുകളും അങ്ങനെ തന്നെയായിരിക്കും. അവരെ അസുഖങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അഫക്ട് ചെയ്യില്ല, അൺടച്ച്ഡ്, അഫക്ട് ചെയ്യാതിരിക്കും. അപ്പൊ അത് സൊസൈറ്റി, ഇപ്പൊ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ, ഗവൺമെന്റ് ത്രൂ ലോക്കൽ അതോറിറ്റീസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേസ്റ്റ് മാനേജ്മെന്റ്, ഗവൺമെന്റ് അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് ലോക്കൽ അതോറിറ്റി, ഇപ്പോൾ പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണോ അവരുമായിട്ട് ചേർന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പറായി നടത്തും. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ അതൊരു പ്രോബ്ലം അല്ലാന്ന് തോന്നുന്നു, വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. പലയിടത്തും അങ്ങനെ വേസ്റ്റ് കുമിഞ്ഞുകൂടി കിടക്കുന്ന കാഴ്ച കുറവാണ്. ഇത് കൊണ്ടുപോയി ഡംപ് ചെയ്യുന്ന സ്ഥലത്ത് പിന്നെയും പ്രശ്നം കാണുന്നുണ്ട് തോന്നുന്നു. അല്ലാതെ പണ്ട് റോഡിലൊക്കെ ഇങ്ങനെ അവിടെ ഒക്കെ ഇങ്ങനെ കിടക്കുമായിരുന്നു. ഇതിപ്പോ ഒത്തിരി കുറഞ്ഞു വരുവാണോ എന്നൊരു, ഞാനിപ്പോ അങ്ങനെ കാണുന്നില്ല. ഞാൻ മോളുടെ അഡ്മിഷന് വേണ്ടിയിട്ട് ഡൽഹി പോയപ്പോൾ ഈ ഒരു രക്ഷയില്ലായിരുന്നു. അവിടെ റോഡിന്റെ സൈഡ് മുഴുവൻ വേസ്റ്റ്. അതെന്താ അവർ മെയിൻറ്റെയിൻ ചെയ്യാത്ത, അതിന്റെ മാനേജ്മെന്റ് എന്താ, വേസ്റ്റ് മാനേജ്മെന്റ് എന്താ നടക്കാത്ത? മനസ്സിൽ ഉദ്ദേശിച്ച ഒരു ഡൽഹിയുടെ പിക്ചർ ആയിരുന്നില്ല അവിടെ ചെന്നപ്പോ കണ്ടത്. അവിടെ എല്ലാം ചേരി പ്രദേശങ്ങളാണ്, സ്ലം ഏരിയ ആണ്. എല്ലാം ഇങ്ങനെ ഓരോരോ സ്ട്രീറ്റ്സ് ആണ്. അവിടെയൊക്കെ റോഡിന്റെ രണ്ട് സൈഡും ഇതുപോലെ വേസ്റ്റ് ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നു. അതിന്റെ ഇടയിലാണ് പല ഷോപ്പുകളും, പിന്നെ പേയിങ് ഗസ്റ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങും അപ്പാർട്ട്മെന്റുകളും, പിന്നെ അവിടെ ഇടയിൽ നിന്ന് സ്ട്രീറ്റ് ഫുഡ്, അവിടെ സ്ട്രീറ്റ് ഫുഡ് നിറയെ ഉണ്ടാവും. സ്ട്രീറ്റ് ഫുഡ് ഇങ്ങനെ, അതൊക്കെ
പഞ്ചായത്തിൽ നിന്ന് പ്ലാസ്റ്റിക് ഒക്കെ എടുക്കാൻ വരുന്നുണ്ട്. എന്റെ സ്ഥലം പഞ്ചായത്താണ്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിതകർമ്മസേനയുടെ അവരാണ് വന്ന് കളക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു അതൊരു പ്രോബ്ലമേ ആയിട്ട് വരുന്നില്ല. അപ്പൊ അത് ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നല്ലതാണെങ്കിൽ അവിടെ അസുഖങ്ങള് അങ്ങനെ സ്പ്രെഡ് ആവില്ല. അത് സൊസൈറ്റിയും ഗവൺമെന്റും ഒക്കെ കൂടെ ചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയരണമെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ചില ഫെസിലിറ്റീസ്, ഇതുപോലെയുള്ള വേസ്റ്റ് മാനേജ്മെന്റ്, പ്രോപ്പർ ആയിട്ടുള്ള ക്ലീൻ വാട്ടർ, അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് നല്ലതായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ. ഈ സാനിറ്റേഷൻ നമ്മൾ കൂടുതലായിട്ട് കേൾക്കാൻ തുടങ്ങിയത് കോവിഡ് ഔട്ട് ബ്രേക്കിന്റെ സമയമായിരുന്നു അല്ലെ. എവിടെയെങ്കിലും എന്തെങ്കിലും ഇൻഫെക്റ്റഡ് ആയി, അല്ലെങ്കിൽ ഒരു വണ്ടി, അല്ലെങ്കിൽ കോവിഡ് വന്ന് മരിച്ച ഒരാളുടെ ബോഡി ആയിട്ട് പോയ ആംബുലൻസ്, അതൊക്കെ ഫുള്ളി സാനിറ്റൈസ് ചെയ്യുന്നു. അയാൾ കിടന്ന ബെഡ്, അയാൾ കിടന്ന റൂം, അയാൾ കിടന്ന ഹോസ്പിറ്റൽ മുഴുവനും, അയാൾ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെ എല്ലാം സാനിറ്റൈസ് ചെയ്യുന്ന ഒരു രീതി നമ്മളുടെ കോവിഡ് ഔട്ട് ബ്രേക്ക് തുടങ്ങിയ സമയത്ത്, ഇൻഫെക്ഷൻ ഒക്കെ സ്പ്രെഡ് ആയ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പ്രോപ്പർ സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ അതൊരു സിറ്റി വില്ലേജ് അതൊരു വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. നമ്മളുടെ ഇപ്പൊ വീട്ടില് തന്നെ നമ്മളൊന്ന് ആലോചിക്കൂ, വീട്ടിൽ ആരെങ്കിലും ഒന്ന് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു മരിച്ച് ആ ഒരു ബോഡിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അസുഖം നിറയെ ജേംസ് ഉണ്ടാവും, നിറയെ അണുക്കൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാരും പറയുന്നത് മരണ വീട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ കുളിക്കണം എന്ന് പറയുന്നത്. അത് വേറൊരു ബ്ലൈൻഡ് ബിലീഫുമായിട്ട് കണക്റ്റഡ് അല്ല, ഇറ്റ്സ് എ ഫാക്ട്. കാരണം കുറച്ചു പേര് അതിനെ വേറൊരു രീതിയിൽ പറയും, അവിടെ മുഴുവൻ നെഗറ്റീവ് എനർജിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഡ്രസ്സ് എല്ലാം വാഷ് ചെയ്ത് നമ്മൾ കുളിക്കണം എന്ന് പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നിറയെ ജേംസ്, ആ ഒരു ബോഡിയുടെ ടെമ്പറേച്ചർ ഒക്കെ മാറുവാണല്ലോ. അപ്പൊ അതിലേക്ക് അണുക്കൾ നിറയെ വന്ന് ഇരിക്കാനുള്ള ചാൻസസ് ഉള്ളത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ത്രൂ എയർ നമ്മൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ വരാം. പോയി കഴിഞ്ഞാൽ പിന്നെ ആര് തന്നെയാണെങ്കിലും നമ്മളെല്ലാരും ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെയാണ് അങ്ങനെ ഒരു വളരെ ദുഃഖകരമായ കാര്യമായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാരും അത് കഴിയുമ്പോൾ കുളിക്കും അല്ലെ. അങ്ങനെ ഓരോരുത്തരും അവരുടെ ഒരു റിലീജിയസ് ബിലീഫ് അനുസരിച്ചുള്ള പല പല ചടങ്ങുകളുണ്ടാവും. പക്ഷെ അവിടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ഹൈജീനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം ഇതാണ്. ഓക്കെ, സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ. അപ്പൊ ഒരു സിറ്റി ഡേർട്ടി ആണെങ്കിൽ അവിടെ ഉള്ള ഒരു സ്കൂള്, ഈവൻ ഡൽഹിയിലെ സ്കൂളിൽ ഞാൻ കണ്ടു, ഈ ഒരു സ്കൂളിന്റെ ഉൾഭാഗമല്ല ഞാൻ കണ്ടത്, സ്കൂളിന്റെ ഗേറ്റ് ലോക്ക്ഡ് ആയിട്ട് കിടക്കുന്ന ഗേറ്റിന്റെ പുറത്ത് ആ സൈഡിലൊക്കെ തന്നെയും ഇതുപോലെ തന്നെ ആളുകള് ഈ പാനൊക്കെ കഴിച്ചിട്ട് അവരങ്ങ് മുറുക്കി തുപ്പി വെക്കും. ഭയങ്കരമായിട്ട് സ്പിറ്റ് ചെയ്യും ആളുകൾ, നിന്ന സ്ഥലത്തങ്ങ് സ്പിറ്റ് ചെയ്യും. അങ്ങനെ വേണം. അപ്പൊ അതൊക്കെ ഇങ്ങനെ കണ്ടു, നിറയെ അഴുക്ക് പിടിച്ച മതിലുകളും ബിൽഡിങ്ങും ഒക്കെയാണ് കണ്ടത്. ഓക്കെ, മാം ഡൽഹിയിൽ ഏത് സ്കൂളിലാണ് പോയത്? ഞാൻ സ്കൂളിൽ നിന്നല്ല പോയത്, മോളുടെ അഡ്മിഷന് വേണ്ടിയിട്ട്, മോള് ഏവിയേഷൻ കോഴ്സിന് വേണ്ടിയിട്ടേ ഞാൻ പോയത് ദ്വാരകയിലായിരുന്നു, ദ്വാരക സെക്ടർ 7. അവിടെ ഇങ്ങനെ നടന്നപ്പോ ഒരു സ്കൂള് ഒരു സ്കൂളിന്റെ ഗേറ്റ് കണ്ടു. അപ്പൊ ആ ഗേറ്റിന്റെ പുറത്ത് ഭയങ്കര ഡേർട്ടി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സുഖ ഡൽഹിയിലായിരുന്നു. മാം ഞാൻ ഡൽഹി ബ്രോൺ ആൻഡ് ബ്രോട്ട് അപ്പ്. മാം ഐ അഗ്രി, മാം പറഞ്ഞ സിറ്റുവേഷൻ കറക്റ്റാ. ബിക്കോസ് ഡൽഹിയുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഡൽഹിയുടെ ആ പ്ലേസിനെക്കാളും ഇരട്ടിയാ. മീൻസ് പോപ്പുലേഷൻ ഒത്തിരി കൂടുതലാ. അപ്പം അവിടെ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഏരിയ ഉണ്ട് ഗാസിപൂർ. ലാസ്റ്റ് ഇപ്പൊ നമ്മള് വാർത്തയിലൊക്കെ കാണുവാണെങ്കിൽ അവിടെയാ നമ്മളെല്ലാം വേസ്റ്റ്, ഡൽഹിയുടെ എൻറ്റയർ വേസ്റ്റ് അവിടെയായിരുന്നു ഡംപ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് ഡംപ് ചെയ്യാൻ പറ്റാതെ അവിടെ ഓവർഫ്ലോ ആയി കഴിഞ്ഞിട്ട് അത് വേറൊരു സ്ഥലം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അത്രയും വേസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ എല്ലാ റോഡ് സൈഡിലും റിവേഴ്സിലും ഒക്കെ ഇൻഡസ്ട്രിയൽ ഏരിയാസിലും എല്ലാം വേസ്റ്റ് അവിടോട്ട് ഡംപ് ചെയ്യുന്നത്. കന്യാടെ എല്ലാം ന്യൂസിലൊക്കെ, മീൻസ് ഇപ്പൊ കേരളയുടെ ന്യൂസിൽ അങ്ങനെ എത്രയും വരുന്നില്ല, പക്ഷെ നമ്മള് അവിടുത്തെ ന്യൂസ് ചാനൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ അതിനകത്ത് ക്ലിയർലി ഒത്തിരി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഈ വേസ്റ്റ് മാനേജ്മെന്റും വാട്ടർ ക്ലീനിനെസ്സും പിന്നെ സാനിറ്റേഷൻ ആയിട്ടും. ദാറ്റ് ഇസ് ദ ബേസിക് റീസൺ ദാറ്റ് അവിടെ പോപ്പുലേഷൻ ഒത്തിരി കൂടുതലാണ്. ബിക്കോസ് നമ്മുടെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്ന് എല്ലാ ആൾക്കാരും അവിടെ ഉണ്ട്, ഒരു ഹബ്ബ് പോലെ എല്ലാ ആൾക്കാരും ഉണ്ട്. ബിക്കോസ് ജോലിക്ക് വേണ്ടിയാ കൂടുതലായിട്ട് ആൾക്കാർ വരുന്നത്. പ്രോപ്പർ ഡൽഹി ആയിട്ട് ആരും ഇല്ല, എല്ലാവരും എക്സ്റ്റേണൽ വന്നിട്ട് അവിടെ താമസിക്കുന്ന ആൾക്കാർ. അപ്പൊ അതാ ബേസിക് റീസൺ. അതുകൂടാതെ ഇപ്പൊ ലൈക്ക് ദ്വാരക ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡൽഹിയുടെ ബിൽക്കുൾ മീൻസ് എക്സാക്ട്ലി സൈഡ് വേസ് ആ വരുന്നത്.
പക്ഷെ if you would be going inside the Delhi means main central Delhi like cannot place ഒക്കെ ആകുവാണെങ്കിൽ അതാണെങ്കിൽ അൾട്രാ ക്ലീൻ ആണ്. ശരിയാ, നല്ല ക്ലീൻ. യെസ് യെസ്. ഇപ്പൊ ദ്വാരക ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മളുടെ ബോർഡർ ഏരിയാസ് ആ വരുന്നത്. ബോർഡർ ഏരിയാസിൽ നമുക്ക് കുറച്ച് സാനിറ്റേഷനും ഹൈജീനും എല്ലാ കാര്യവും ഒത്തിരി വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. പിന്നെ അവിടെ ആൾക്കാരുടെ കൾച്ചർ ഒത്തിരി ഡിഫറെന്റ് ആണ്. അപ്പൊ പണ്ടത്തെ ആചാരങ്ങൾ അനുസരിച്ച് ഇപ്പോഴും കുറെ ഡൽഹിയിൽ കുറെ പ്ലേസസ് ഉണ്ട് അവരുടെ വീട്ടിൽ ബാത്റൂം വേറെ കാണത്തില്ലായിരിക്കും. അതേ ബിലീവ് നമ്മൾ വീട്ടിൽ ബാത്റൂം ഉണ്ടാക്കിയാൽ വീട് അശുദ്ധിയാകും. അങ്ങനെ ഒരു പഴയ കൾച്ചർ ഫോളോ ചെയ്യുന്ന പണ്ടത്തെ ആൾക്കാരും ഉണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ എന്നിട്ട് മോളെ എന്നിട്ട് ആ ദ്വാരക സെക്ടർ 7 ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. പക്ഷെ അവിടത്തെ PGയിലൊന്നും ഞാൻ പിന്നെ അഡ്മിഷൻ നോക്കിയില്ല. ഞാൻ നേരെ രജോറി ഗാർഡൻ. യെസ്, അവിടെ അത് കുറച്ച് കുഴപ്പമില്ലാത്ത ഒരു ഏരിയ ആണല്ലോ. എക്സ്പെൻസീവ് ഏരിയ തന്നെ. ഒരു ഹോസ്റ്റലാണ് എടുത്തത്. 6-7 മാസത്തേക്കേ ഉള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ PG എനിക്ക് ഒട്ടും അങ്ങോട്ട് പറ്റുന്നില്ല. കാരണം എല്ലാം ഈ സ്ലം ഏരിയയിലെ ആ ഓരോ സ്ട്രീറ്റിലാണ് ഓരോ PG. അങ്ങനെ വന്നപ്പോഴേക്കും നമ്മൾ പിന്നെ അങ്ങോട്ട് വേറൊരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു, അങ്ങനെ അവിടെ ആക്കി. അതാണ് നമുക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്ക് അത് ഒട്ടും പറ്റണില്ലല്ലോ, അതാണ് ഒരു പ്രശ്നം. ഇവിടുന്ന് പോകുന്ന ആൾക്കാർക്ക് മാം അവിടെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവിടുത്തെ ഫുഡ് ആയാലും കൾച്ചർ ആയാലും അറ്റ്മോസ്ഫിയർ ആയാലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ആസ് എൻ എക്സാമ്പിൾ ഇവിടെ നോർമലി ഇപ്പം ട്രെൻഡിങ് ആയിട്ട് വരുന്ന മോമോസ് അവിടെ ആണെങ്കിൽ വെറും 30 രൂപയ്ക്കാണ് കിട്ടുന്നത്. പക്ഷെ എനിക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റോട്ടീസ് ഞാൻ ട്രൈ ചെയ്തു. എനിക്ക് അതൊക്കെ ഇഷ്ടമായി. കറി ഒന്നും ഞാൻ കഴിച്ചില്ല. പക്ഷെ റോട്ടി മാത്രം. പക്ഷെ നല്ല ദേശി ഗീ ആണല്ലോ, നല്ല നെയ്യല്ലേ കിട്ടുന്നത്. അത് പിന്നെ അതുമല്ല മിക്സ് ഒന്നുമില്ല, മൈദയൊന്നുമില്ലല്ലോ, ഗോതമ്പ് തന്നെയല്ലേ, പ്യുവർ വീറ്റ് ആണ്. അപ്പൊ അത് ഞാൻ നല്ല പോലെ എൻജോയ് ചെയ്തു. സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്തില്ല, കാരണം വെറുതെ ഒരു ഇഷ്യൂ ആവണ്ടല്ലോ എന്ന് വിചാരിച്ച് റെസ്റ്റോറന്റിൽ പോയി തന്നെയാണ് കഴിച്ചത്. അപ്പൊ ഞാൻ ഹസ്ബൻഡും മോളും കൂടെ കേരള ഫുഡ് അന്വേഷിച്ച് കിടന്നു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ ഈ റോട്ടി കഴിച്ചോളാം എന്ന് പറഞ്ഞു. വിത്തൗട്ട് ഡിഷ് അത് കഴിച്ചത്. ഡൽഹിയിൽ ഇപ്പൊ കേരള ഫുഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ അവിടെ ഒറ്റ ഒരു പ്ലേസ് ഉള്ളൂ, INA മാർക്കറ്റ് ഇല്ലെങ്കിൽ ഹൗസ് കാസ്. അതെവിടെയായിട്ടാ? അത് മാം സെൻട്രൽ ഡൽഹിയാ വരുന്നത്. ഡൽഹി പോയപ്പോഴേ മാം INA മാർക്കറ്റിൽ പോയിട്ടാ കേരള ഫുഡ് കഴിച്ചത്. എവിടെ പോകണം? ഞങ്ങൾ ഡൽഹിയിലെ INA മാർക്കറ്റിലെ മെമുവിനകത്ത് കയറി പോകാൻ പറ്റും. അതിനകത്ത് പോയി കഴിഞ്ഞാൽ കഴിച്ചിട്ട് ഒരു ദിവസത്തേക്ക് ടിക്കറ്റ് എടുക്കാം. മെമുവിനകത്ത് കുറെ പ്ലേസ് നമുക്ക് പോവാം. മെമു എപ്പോഴും ഉണ്ടല്ലോ അവിടെ. ശരി. കയറിയിട്ട് നല്ല തിരക്ക്. ഓക്കെ, ഞാനത് എന്നിട്ട് ടേസ്റ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് ഇവര് ഒരു ദ്വാരകയുടെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറന്റ് തപ്പി കണ്ടുപിടിച്ചു. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. കാരണം വെച്ചാല് അവര് കളറ് മുക്കി ഫിഷ് ഫ്രൈ ചെയ്തിരിക്കുന്നു. എന്തിനാണ് ചെയ്യണേ? അതിലെ നല്ലത് ഡൽഹിയിലെ റൊട്ടി കഴിക്കുന്നത് തന്നെയായിരുന്നു. ഞാൻ അതൊന്നും കഴിച്ചില്ല, ഞാൻ റൊട്ടി മാത്രം കഴിച്ചിരുന്നു. എനിവേ ഞാൻ ഡിസംബർ 1st വീക്ക് പോകുന്നുണ്ട് നമ്മുടെ ഒരു മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട്. ഓക്കെ ഫൈൻ. സോ നമ്മളുടെ നാട് നമുക്കിങ്ങനെ അവർക്ക് പക്ഷെ ഭയങ്കര ഒരു റെസ്പെക്ട് ഒക്കെ ആയിരുന്നു കേട്ടോ കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പോ ആളുകൾക്കൊക്കെ അതുണ്ട്. ഈവൻ ഓട്ടോക്കാർക്കാണെങ്കിലും നമ്മൾ കേരളത്തിൽ നിന്നാണെന്ന് അറിയുമ്പോൾ ഭയങ്കര ഒരു റെസ്പെക്ട് ഒക്കെ ആയിരുന്നു. ഓക്കെ ഫൈൻ. സോ അതാണ് ഇപ്പൊ നമ്മളെ വീടും നമ്മുടെ പരിസരവും നമ്മുടെ കമ്മ്യൂണിറ്റിയും നല്ല ഹൈജീൻ ആണെങ്കിൽ ഈ പറയുന്ന അസുഖങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. ബാക്കി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനുള്ള ക്യൂറേറ്റീവ് മെഷർ റെമഡി നമ്മൾ എടുക്കും. നെക്സ്റ്റ് ഫുഡ് ആൻഡ് ക്ലോത്ത് അല്ലെ, കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡ്. ഞാൻ നിങ്ങളോട് ഒരു സ്കൂളില് നമ്മുടെ ഒരു ട്രെയിനിൽ പോയ ആ ഒരു ഇൻസിഡന്റ് ഞാൻ പറഞ്ഞിരുന്നോ? ഓക്കെ, നമ്മുടെ ഒരു ടീച്ചിങ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഒരു സ്കൂളിൽ പോയതാണ്. അപ്പൊ പോയി ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ കുട്ടി ഒരു ദിവസം ഈവനിങ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് 2 ബോയ്സ് വരുന്നുണ്ട്. ഒന്ന് ചെറിയ മോന് LKG പഠിക്കുന്ന മോൻ, മറ്റേത് 1st സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന മോൻ. അച്ഛനും അമ്മയും വർക്കിംഗ് ആണ്. ഫിനാൻഷ്യലി ഒന്നും അത്ര ഭയങ്കര റിച്ച് അല്ലെങ്കിലും അത്ര പ്രോബ്ലം ഒന്നുമില്ല അവർക്ക്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് ഭക്ഷണവും കൊടുത്തുവിടില്ല. ഭക്ഷണം കൊടുത്തുവിടും,
പക്ഷെ അത് നല്ല രീതിയിലുള്ള ഫുഡല്ല. അത് മാത്രല്ല വെള്ളം കൊടുത്തു വിടില്ല, ഡ്രിങ്കിങ് വാട്ടർ കൊടുത്തു വിടില്ല. സ്കൂളിലുണ്ടെങ്കിലും സ്കൂൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ കുട്ടികളും അവരുടെ ബോട്ടിൽ കൊണ്ടുവരണം, എന്നിട്ട് അത് കഴിയുമ്പോൾ സ്കൂളിൽ ഇതിന്ന് ഫില്ല് ചെയ്ത് അവർക്ക് ആ ബോട്ടിൽ യൂസ് ചെയ്യാലോ. എപ്പോഴും ഇതിവിടെ പോയി ഓടിപ്പോയി കുടിക്കണ്ടല്ലോ, അത് വിചാരിച്ച് എല്ലാ സ്കൂളിലും കുട്ടികൾ അങ്ങനെ തന്നെയാണ് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകുന്നു. അപ്പം ഈ ചെറിയ മോനാണെങ്കിൽ ഇടുന്ന ഡ്രസ്സ് മുഴുവനും ചേട്ടന്റെ പഴയതാ. അപ്പൊ അവനത് ഒട്ടും പാകം ഉണ്ടാവില്ല. അവൻ ചിലപ്പോ കുഞ്ഞു കുട്ടിയല്ലേ, കളിക്കാനായിട്ട് ഓടുമ്പോൾ ഇവന്റെ ട്രൗസർ അങ്ങ് ഊരിപ്പോവും. പ്രോപ്പറായിട്ടൊരു ബെൽറ്റോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല പാരന്റ്സ്. അപ്പൊ മറ്റു കുട്ടികൾ ഇവനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്, ടീച്ചേഴ്സ് പിൻ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. എന്നാലും ഇവന് ഓടുമ്പോ ഇതങ്ങ് ഓർമ്മ പോകും. അപ്പൊ അങ്ങനെയായി, എന്ത് ചെയ്യണം എന്ന് ഈ കുട്ടി എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഇത് ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണല്ലോ, ഈ കുട്ടിയുടെ ടീച്ചേഴ്സ് എന്താ പറയണേന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് അവര് പലതവണ പാരന്റ്സിനോട് ഇത് പറഞ്ഞു വിട്ടു, പാരന്റ്സ് അത് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, പാരന്റ്സിനെ കോൾ ചെയ്യാം. കോൾ ചെയ്തിട്ട് അവരോട് പറയുക, കുട്ടിക്ക് പ്രോപ്പറായിട്ട് ഡ്രസ്സും വെള്ളവും ഫുഡും കൊടുത്തു വിട്ടില്ലെങ്കിൽ ഞങ്ങൾ ചൈൽഡ് ലൈനിനെ അറിയിക്കുന്നു പറയാൻ പറഞ്ഞു. അപ്പം അത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി ഇത് ട്രെയിനി ആയതുകൊണ്ട് ടീച്ചേഴ്സിനെ കൊണ്ട് അത് പറയിപ്പിച്ചു. ടീച്ചേഴ്സ് പാരന്റ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പലതവണ പറഞ്ഞു കുട്ടിക്ക് പ്രോപ്പറായിട്ട് ഡ്രസ്സും അതുപോലെ തന്നെ ഫുഡ് ആൻഡ് വാട്ടർ കൊടുത്തു വിടുമെന്ന്, ബട്ട് നിങ്ങൾ അത് ശരിയായിട്ട് ഫോളോ ചെയ്യുന്നില്ല. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ ഞങ്ങൾ കോൾ ചെയ്യും, അവര് സ്കൂളിൽ വരും, അവരെ വിളിപ്പിക്കുന്നു പറഞ്ഞു. കഴിഞ്ഞ് പിറ്റേ ദിവസം തുടങ്ങിയിട്ട് ആ കുട്ടിക്ക് കറക്റ്റ് അവന്റെ അളവിലുള്ള ഡ്രസ്സും അവന് നല്ല ഭക്ഷണവും, രണ്ടുപേർക്ക് നല്ല ഭക്ഷണവും വാട്ടർ ബോട്ടിലും അവർ കൊടുത്തു വിട്ടു. ഇതൊരു ഇന്റർവെൻഷൻ ആയിരുന്നു ശരിക്കും. ഇപ്പൊ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാൻ പോയപ്പോൾ അത്രയും സിൻസിയർ ആയിട്ട് ആ കുട്ടി ചെയ്തതുകൊണ്ടാണ് ഓരോ കുട്ടികളുടെ കാര്യങ്ങളും ഒബ്സർവ് ചെയ്തു. നമ്മൾ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ചെയ്യേണ്ടത് തന്നെയാണ് ആ ഒരു ഒബ്സർവ് ചെയ്ത്, എന്തെങ്കിലും ആവട്ടെ എന്ന് ചിന്തിച്ചില്ല. അവിടെ എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് അവിടെ ചെയ്തു. പ്രോപ്പറായിട്ടൊരു ആക്ഷൻ അവിടെ വന്നു. നമ്മൾ മേ ബി ഒരു ചെറിയൊരു ഒരു കള്ളം ആണ് പറയാൻ പോയതെങ്കിലും അവർ എന്നിട്ടും കേട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി വിളിക്കാൻ തന്നെയാണ് ഞാൻ പറഞ്ഞത്, ചൈൽഡ് ലൈൻകാരെ ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇത് പറഞ്ഞതും അവർക്ക് പേടിയല്ല, ഞങ്ങൾ ചെയ്താൽ ശരിയല്ല മറ്റേത്. അവർ ഭയങ്കര കുട്ടികളുടെ കാര്യത്തിൽ ഒരു റെസ്പോൺസിബിലിറ്റി അവർ കാണിക്കാതെ വന്നപ്പോൾ, കാരണം അവരുടെ നീഡ്സ് ആണല്ലോ അല്ലെ, കുഞ്ഞുങ്ങളുടെ റൈറ്റ്സ് ആണ് ഇതെല്ലാം. പ്രോപ്പറായിട്ടുള്ള വസ്ത്രം, ഫുഡ്, വാട്ടർ, ക്ലീൻ വാട്ടർ, അതുപോലെ തന്നെ അവർക്ക് ആവശ്യത്തിനുള്ള റിക്രിയേഷൻ, അവരുടെ കളികളും എല്ലാം അവരുടെ നീഡ്സ് തന്നെ, എഡ്യൂക്കേഷനും അതൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. നമ്മുടെ ഇവിടെ ആയതുകൊണ്ട്, വേറെ എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ ഇത് ഭയങ്കര കേസല്ലേ, ഈ കുട്ടികളെ ഇവരിൽ നിന്നും പാരന്റ്സിൽ നിന്നും മാറ്റി വേറെ ആൾക്കാരെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്യും ഈ ഫോറിൻ കൺട്രീസിലൊക്കെ. ഓക്കെ, പിന്നെ നമ്മളുടെ വീടിന്റെ ലൊക്കേഷൻ, നമ്മളൊരു വീട് പണിയാൻ പോകുമ്പോൾ അല്ലെങ്കിൽ വീട് വാങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അല്ലെ. ഹൈജീൻ, ഹെൽത്തി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, ഇതെല്ലാം നമ്മൾ നോക്കും. ആ വീടിന് പ്രോപ്പർ വെന്റിലേഷൻ, ആവശ്യത്തിന് വെളിച്ചം കിടക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കും. അതിന്റെ അറ്റ്മോസ്ഫിയർ നല്ല നീറ്റ്, അൺഹെൽത്തി കണ്ടീഷൻസിൽ നിന്നും ഫ്രീ ആയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇന്റീരിയർ നല്ല നീറ്റ് ക്ലീൻ ആയിരിക്കണം, കാരണം ഡസ്റ്റ് ഫ്രീ ആയിരിക്കണം. പലപ്പോഴും കുട്ടികൾക്ക് ഡസ്റ്റ് കൊണ്ട് അലർജി വരാം, അല്ലെങ്കിൽ പല അൺഹെൽത്തി സിറ്റുവേഷൻസ് കൊണ്ട് പല ഡിസീസസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഓക്കെ, സോ ഇവിടെ കുറെ പോയിന്റ്സ് ഇങ്ങനെ ആരോ പോലെ കൊടുത്തിട്ടുണ്ട്, ഇവിടം വരെ വായിക്കാൻ. പബ്ലിക് പ്ലേസസ് എക്സെട്ര, റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോഴെങ്കിലും ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ്, ഹെൽത്തിന്റെ അവയർനെസ് അല്ലെങ്കിൽ ഹൈജീന്റെ ഇമ്പോർട്ടൻസ് ഹൈലൈറ്റ് ചെയ്യുന്ന, എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള അവയർനെസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യിക്കാം. ചുമ്മാ ക്ലാസ് പോലെയല്ല, ഇത് റോൾ പ്ലേ ചെയ്യിക്കാം കുട്ടികളെ കൊണ്ട് തന്നെ. നെയിൽസ് കട്ട് ചെയ്യേണ്ടതിന്റെ, ഹെയർ കോംപ് ചെയ്യുന്നതിന്റെ, നല്ല ഇത് ബോഡി ക്ലീൻ ചെയ്യേണ്ടതിന്റെ, അങ്ങനെ കുറെ ഹൈജീൻ ഹാബിറ്റ്സ്, ഹെൽത്തി ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യിക്കാം. ഹെൽത്തി ഹാബിറ്റ്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം, റൈംസ്, ആക്ഷൻ സോങ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും, എന്ത് ആക്ടിവിറ്റീസും യു ഓൾ ആർ ഫ്രീ ടു ഡു.
ചെയ്യാവുന്നതാണ്. റെക്കോർഡ് ബുക്കിൽ നമ്മൾ ഹെൽത്തി ഹാബിറ്റ്സിന്റെ ഒക്കെ റൈംസ് എഴുതാൻ പോകുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്കത് ചെയ്യാം. ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ഒരു വെറൈറ്റി പോലെ നമുക്കത് ചെയ്യിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ റീഡ് ചെയ്തു. യെസ് പ്ലീസ്. Schools have a vital role to play in developing health alertness among the children. The sense of hygiene or well-being should last in the whole life of the individual. School should assert on cleanliness and neatness along with the sense of hygiene. The school should help to develop essential habits of health. They include washing hands and mouth before and after having, keep personal hygiene by maintaining neatness and cleanliness, regular toilet habits, brushing teeth twice a day, using the toilet properly, washing oneself whenever necessary, especially after play, journey, etc. Also developing these habits, the school must take care in providing children with healthy, balanced food, developing social habits of eating, drinking, using public places, etc. Various agencies for improving health educations are books, charts, and posters showing proper hygiene situation, chart including the rules of healthy living, feature film, radio programs, etc. When it comes to the level of small children, they learn many things by role modeling. So, teachers and other adults who collaborate with them can show good health habits in school, particularly in usage of toilets, washing hands before eating something, etc. Okay, Priscilla, thank you. ഓക്കെ, നെക്സ്റ്റ് റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. അപ്പം സ്കൂളിന്റെ റോള്, സ്കൂളിന്റെ ഒരു ഇമ്പോർട്ടൻസ് ശരിക്കും കുട്ടികളിൽ പല ഹാബിറ്റ്സും ഡെവലപ്പ് ആകുന്നതിന് വളരെയധികം റോള് സ്കൂളിന് തന്നെയുണ്ട്. സ്കൂളിലെ ടീച്ചേഴ്സിനുണ്ട്, അഡൾട്ട്സിനുണ്ട്, വട്ടവർ യങ്ങർ കുട്ടികൾ, എൽഡർ ആയിട്ടുള്ള കുട്ടികളെ ശ്രദ്ധിക്കും, ഒബ്സർവ് ചെയ്യും, അവരെ ഫോളോ ചെയ്യാൻ നോക്കും, അങ്ങനെ പല കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹാവിങ് ഫുഡ് വാഷ് ചെയ്യണം എന്നുള്ളത്. കൈയും മുഖവും എല്ലാം നല്ലപോലെ വാഷ് ചെയ്യണം. ഈവൻ ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൈയും കഴുകണം, വായും കഴുകണം എന്നാ പറയുന്നത്. കാരണം നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള ഒരു പോർഷനാണ് വായെന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ചെറിയ മൈക്രോ ഓർഗാനിസത്തിനൊക്കെ കയറാനുള്ള സ്പേസ് നമ്മുടെ വായിക്കകത്തുണ്ട്. അതുകൊണ്ട് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വായും നല്ല ക്ലീൻ ആക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ടോയ്ലറ്റ് ഹാബിറ്റ്സ് റെഗുലർ ആയിട്ട് കുട്ടിയെ ആ ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് അത് കൊടുക്കണം. പിന്നെ അത് മാത്രമല്ല, ടോയ്ലറ്റ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ, അതായത് വൺസ് അവൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്ത് കയറുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ആക്കിയിടരുത് എന്നുള്ള രീതിയിൽ. പിന്നെ 2 നേരം ബ്രഷ് ചെയ്യുന്നത്, പിന്നെ കളിച്ചു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും കുളിക്കാൻ പോകുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതെല്ലാം ഡെവലപ്പ് ചെയ്യണം. കുട്ടികൾക്ക് ഹെൽത്തി ബാലൻസ്ഡ് ഫുഡ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. കാരണം അവർ എപ്പോഴും കളറായിട്ടുള്ള ഭക്ഷണത്തോടൊക്കെ ഭയങ്കര ഒരു അട്രാക്ഷൻ ആയിരിക്കും. ജങ്ക് ഫുഡാണ് മെയിനായിട്ട് അങ്ങനെ വരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഹെൽത്തി ബാലൻസ് ഫുഡ് അത് ശീലിപ്പിക്കാനായിട്ട് നോക്കണം. പിന്നെ പബ്ലിക് പ്ലേസസിലൊക്കെ പോകുമ്പോൾ, ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ പുറത്ത് ഭക്ഷണം കഴിക്കുമല്ലോ, അവിടെയും നമ്മൾ ഈ ഫുഡ് ഹാബിറ്റ്സ്, ആ ഒരു സോഷ്യൽ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യണം. ഞാനൊരു മാരേജ് ഫംഗ്ഷന് പോയപ്പോൾ മിക്കവാറും റിസപ്ഷൻ ആയിരുന്നു കേട്ടോ. റിസപ്ഷൻ എപ്പോഴും ബുഫേ ആ ഒരു ടൈപ്പ് ആണല്ലോ. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനും മോനും കൂടെ പ്ലേറ്റ് വെക്കേണ്ട ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, ഒരു അതിന്റെ അടുത്ത് തന്നെ എന്തെങ്കിലും ഫുഡ് വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ടിട്ട് പ്ലേറ്റ് അങ്ങോട്ട് പ്ലേസ് ചെയ്യേണ്ട ഒരു പോർഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ബാസ്ക്കറ്റ് പോലെയുള്ളതിലേക്ക് ആ പ്ലേറ്റ് വെക്കേണ്ടത്. ബാസ്ക്കറ്റ് ഇങ്ങനെ ചരിച്ച് വെച്ചേക്കുക, അതൊരു ടേബിളിന്റെ മുകളിലാണ് വെച്ച്. അത് ടേബിളിന്റെ നീളമുണ്ട്, നമ്മളിങ്ങനെ കുറച്ചൊന്ന് എങ്ങി വെക്കണം, എന്നാലാണ് അതിലേക്ക് ആ ബാസ്ക്കറ്റിലേക്ക് എത്തുള്ളൂ. നമ്മളിങ്ങനെ വെക്കാനായിട്ട് പോയപ്പോ 2 ബോയ്സ്, മേ ബി അവർക്കൊരു 6 വയസ്സോ 7 വയസ്സോ അത്ര ഇങ്ങനെ കാണുള്ളൂ. ഈ കുട്ടികൾ അവരെ കൂടെ വേറെ ആരും കണ്ടില്ല കേട്ടോ. അവര് ചിലപ്പോ കഴിക്കായിരിക്കാം, ഇവര് നേരത്തെ കഴിച്ചു കാണുമായിരിക്കാം എന്തോ. ഇവര് പ്ലേറ്റുമായിട്ട് വന്നു. അപ്പൊ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോ അവരുടെ പ്ലേറ്റിൽ ഫുഡ് വേസ്റ്റ് വളരെ കുറവേ ഉള്ളൂ. അതായത് എന്തോ മുളകിന്റെ കഷ്ണമോ പിന്നെ റൈസിന്റെ 1 or 2 വറ്റ് അത്രയൊക്കെ കാണുന്നുള്ളൂ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിട്ടോ. കാരണം അവർ ആവശ്യത്തിന് മാത്രം എടുത്ത് കഴിച്ച്
പ്ലേറ്റ് വെക്കാനായിട്ട് വന്നു. അപ്പൊ അവരുണ്ടായിരുന്ന വേസ്റ്റ് ആ വേസ്റ്റിലേക്ക് ഇട്ടിട്ട് ഇവർക്ക് ഇങ്ങനെ അവരുടെ ടൂസിൽ ഇങ്ങനെ എങ്ങി നിൽക്കണം, എന്നാലേ അവർക്ക് എത്തുള്ളൂ. ഞാൻ നോക്കി ഇവര് ചെയ്യുന്നുണ്ടോ എന്ന്. നമ്മുടെ ഉള്ളിൽ ഈ മോണ്ടിസോറി മെത്തേഡ് അല്ലേ, പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യണ്ട എന്നൊരു ഇതാണല്ലോ. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ അവര് നല്ല പോലെ ഫുൾ എഫേർട്ട് എടുത്ത് പ്ലേറ്റ് അവിടെ വെച്ചു. എന്നിട്ട് ഞാനും വെച്ചിട്ട് ഞാൻ ഇവരുടെ പുറകെ പോവും. കൈ കഴുകാനായിട്ട് പോയി. വളരെ സൂക്ഷിച്ചാണ് അവർ വെള്ളം എടുത്തത്. ചുമ്മാ ഓണാക്കിയിട്ടില്ല. ആദ്യം കൈയൊന്ന് നനച്ചിട്ട് ടാപ്പ് ഓഫ് ചെയ്തു. ഹാൻഡ് വാഷ് ഇരിക്കുന്നുണ്ടായിരുന്നു, അത് അല്പം എടുത്ത് 2 കൈയും നല്ലപോലെ തിരുമ്മി റബ്ബ് ചെയ്ത് അവര് വാഷ് ചെയ്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ കുട്ടികൾ അത് ചെയ്തിട്ട്. അപ്പൊ അവര് കൈയും കഴുകി പോകുന്നിടത്ത് ഞാൻ അവരോട് നല്ല കുട്ടികളാട്ടോ, ഗുഡ് ബോയ്സ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ മോൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇവരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മോൻ 9th സ്റ്റാൻഡേർഡിലായി. അവനും ചിരിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് നമ്മൾ ചെറുപ്പത്തിലേ ഈ ഒരു ഹാബിറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു സോഷ്യൽ ഹാബിറ്റ്സ് അവർ വേസ്റ്റ് ചെയ്തില്ല, നല്ലപോലെ അത് പ്ലേസ് ചെയ്തു, നല്ലപോലെ അവര് ആവശ്യത്തിന് വെള്ളം മാത്രം യൂസ് ചെയ്ത് അവര് ക്ലീൻ ചെയ്തു. അങ്ങനെ നെക്സ്റ്റ് ഒരു വേരിയസ് ഏജൻസീസ് അതാണ് പറയുന്നത്. അതായത് നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള അവയർനെസ് കിട്ടുന്നു. അതുകൊണ്ട് എടുത്തങ്ങ് പോവാം, കഴിഞ്ഞു ലെസൺ കഴിയാറ്. ആ ഒരു വേരിയസ് ഏജൻസീസ്. അപ്പൊ നിങ്ങൾക്കൊരു ഒരു അസൈൻമെന്റ് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ചെറിയൊരു അസൈൻമെന്റ് ആണ്. ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്, വേരിയസ് ഏജൻസീസ് ഫോർ ഇംപ്രൂവിങ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അതായത് നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ആ ഒരു അവയർനെസ് കിട്ടുന്ന മീഡിയംസ് അതേതൊക്കെയാണെന്നുള്ളത്. നമുക്കറിയാം ആരോഗ്യ മാസിക അല്ലെ, ഹെൽത്ത് ലൈനോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷിലും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ളതിന്റെ പേര് മാത്രം, അങ്ങനെയുള്ള ബുക്സിന്റെ പേര്. ഫസ്റ്റ് ക്രൈ ഇന്ത്യ, കുട്ടികളുടെ ഹെൽത്ത് എഡ്യൂക്കേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മാഗസീൻ ആണ് ഫസ്റ്റ് ക്രൈ ഇന്ത്യ. പിന്നെ ചാർട്ട് ആൻഡ് പോസ്റ്റേഴ്സ്, അത് നമുക്ക് അതിന് പേരൊന്നും പ്രത്യേകം ഇല്ലല്ലോ. കാരണം ഹോസ്പിറ്റലുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ പല അമ്മയുടെ പാലാണ് കുട്ടികൾക്ക് നല്ലത്, അങ്ങനെ പല പല രീതിയിലുള്ള ചാർട്ടും പോസ്റ്റേഴ്സും കാണാം ഹെൽത്ത് റിലേറ്റഡ്. ഇപ്പം ഹോസ്പിറ്റലുകളിലൊക്കെ ഇതെല്ലാം വീഡിയോയിലൂടെ കാണിക്കുന്നത്. അങ്ങനെ അവിടെ എവിടെയൊക്കെ ചില വീഡിയോ ഒക്കെ വെച്ചിട്ടുണ്ടാവും. ആ വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. ഡെന്റൽ ഹൈജീനിനെ കുറിച്ച്, പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നതിനെ കുറിച്ച്, സ്കിന്നിന്റെ കെയർ, പിന്നെ അങ്ങനെ ഓരോന്നും, കിഡ്നിയുടെ ആണെങ്കിൽ അങ്ങനെ ഓരോന്നും കാണും. പിന്നെ ചാർട്ടൊക്കെ കാണാം ഇതുപോലെ ഹെൽത്ത് സെന്ററിലോ ഹോസ്പിറ്റലിലോ ഒക്കെ പോകുമ്പോൾ. നമ്മൾക്ക് വേണ്ടത് ബുക്കിന്റെ പേര്, പിന്നെ ഏതെങ്കിലും മൂവീസ് ഉണ്ടെങ്കിൽ മൂവിയുടെ പേര്, റേഡിയോ പ്രോഗ്രാംസ്, TV പ്രോഗ്രാംസ്, യൂട്യൂബ് ചാനൽ. പക്ഷെ യൂട്യൂബ് ചാനൽ എല്ലാം ഒന്നും കണ്ണടച്ച് വിശ്വസിക്കരുത്. നമുക്കത് കറക്റ്റ് ആണ്, ജെനുവിനാന്ന് തോന്നുന്നതിന്റെ പേര് മാത്രം, അല്ലെങ്കിൽ ആ ചാനലിന്റെ പേര് മാത്രം മതി. എല്ലാത്തിന്റെ നെയിം കളക്ട് ചെയ്താൽ മതി കേട്ടോ, കൂടുതലായിട്ടൊന്നും എഴുതണ്ട. ജസ്റ്റ് 1-2 സെന്റൻസിൽ നിങ്ങൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇതിവിടെ ഉള്ള അസൈൻമെന്റ് ഇതാണ്. ക്വസ്റ്റ്യൻ ഈ ഹെഡിങ് തന്നെയാണ്, വേരിയസ് ഏജൻസീസ് ഫോർ ഇംപ്രൂവിങ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അങ്ങനെ ആ ഏജൻസീസിന്റെ പേരുകൾ എഴുതുക. ബുക്കാണെങ്കിൽ ആരോഗ്യ മാസിക, ആരോഗ്യ കേരളമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയില്ല. പിന്നെ റേഡിയോയില് ഡോക്ടറോട് ചോദിക്കാന്നോ, TVയിലും കാണാം ഡോക്ടറോട് ചോദിക്കുക, അല്ലെങ്കിൽ ഹെൽത്ത് ലൈനെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ പ്രോഗ്രാംസ്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടോ അതിന്റെയൊക്കെ പേരുകൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ബാക്കി ഇനിയുള്ളത് അടുത്ത ദിവസം എടുക്കാം അല്ലെ. പേഴ്സണൽ ഹൈജീൻ. അപ്പൊ നമ്മളെ റോൾ മോഡൽ ആക്കും കുട്ടികള് മെയിനായിട്ടും. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളെ ഫോളോ ചെയ്യുന്നവര്, നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ പ്രത്യേകിച്ചും നമ്മൾ എന്ത് ചെയ്യുന്നു അത് തന്നെ അവര് ചെയ്യും. ഇപ്പൊ കുഞ്ഞ് കൈ കഴുകാതെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിന് നമ്മള് ചിലപ്പോ അഡൾട്ട്സ് ആരെങ്കിലും വഴക്ക് പറയും. കുട്ടി ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാം അഡൾട്ട്സ് ആരെങ്കിലും അങ്ങനെ. അപ്പൊ കുട്ടി ചോദിക്കും, അപ്പം അച്ഛൻ എന്താ കൈ കഴുകാതിരുന്നതിന് അങ്ങനെ ഒരു ചോദ്യം വരരുത്. അപ്പൊ നമ്മൾ കാണിച്ചു കൊടുക്കണം ഇവർക്ക് അങ്ങനെയുള്ള ഗുഡ് ഹാബിറ്റ്സ്. ഓക്കെ, ബാക്കി പേഴ്സണൽ ഹൈജീൻ ഇനിയുള്ള പോർഷൻ ഒരു ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ് കഴിയും. നമുക്ക് നെക്സ്റ്റ് ഡേ ചെയ്യാം. ഞാൻ അസൈൻമെന്റ് നോക്കി ഓരോ ബാച്ചിന് നോക്കി കഴിയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾ പക്ഷേ നോട്ട് ചെയ്ത് വെച്ചോളുക. എന്നിട്ട് എന്നെ ഈ മന്ത് ലാസ്റ്റ് ആകുമ്പോൾ ഒന്ന് റിമൈൻഡ് ചെയ്യണേ. ഓക്കെ, സോ സൈൻ ഔട്ട് ഉണ്ടോ? താങ്ക് യു സോ മച്ച്. യെസ്, ഇല്ല, ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, ഞാൻ പറയാം. എല്ലാരും പേര് കൊടുക്കാറുണ്ട്, അപ്പൊ ആരും കൊടുത്തിട്ടില്ലെന്ന് അറിഞ്ഞില്ല. അപ്പൊ ഇന്ന് ക്ലാസ് എടുത്ത മഞ്ജു, അലീന യൂസഫ് ഒന്നുകൂടെ പറയാമോ? അസൈൻമെന്റ് ആണോ അലീന? അതിപ്പോഴാ മെസ്സേജ് കണ്ടേ. അസൈൻമെന്റ് ഇതാണ്, വേരിയസ് ഏജൻസീസിന്റെ പേരുകൾ നമ്മൾ മനസ്സിലാക്കി എടുക്കുക. പേര് മാത്രം നോട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ ആയിട്ട് ആ ഒരു
ടൈറ്റിൽ കൊടുക്കുക വേരിയസ് ഏജൻസീസ് ഫോർ ഗിവിംഗ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്നിട്ട് ബുക്ക് ആണെങ്കിൽ ബുക്സ് എഴുതിയിട്ട് 1, 2, 3 എന്നിട്ടിട്ട് ബുക്കിന്റെ നിങ്ങൾക്ക് 1, 2, 3 ബുക്കിന്റെ പേര് അറിയാമെങ്കിൽ എഴുതുക. ഒരു ബുക്കിന്റെ ആണ് അറിയാമെങ്കിൽ അത് മാത്രം എഴുതുക. ആരോഗ്യ മാസിക അങ്ങനെ ഉണ്ടല്ലേ മലയാളത്തില്. അങ്ങനെ ബുക്ക് കിട്ടുവാണെങ്കിൽ അത്. ഞാൻ ഫസ്റ്റ് ക്രൈ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു മാഗസീൻ ഉണ്ട് കുട്ടികളുടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതാണ് ഞാൻ അത് പറഞ്ഞത്. പിന്നെ ഏതായിരുന്നു, ഏതെങ്കിലും മൂവി ഉണ്ടെങ്കിൽ അതിന്റെ പേര് എഴുതുക. ഹെൽത്ത് ഹൈജീൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ഹെൽത്ത് എഡ്യൂക്കേഷൻ അവയർനെസ് കൊടുക്കുന്ന മൂവി ഉണ്ടെങ്കിൽ അതിന്റെ പേര് എഴുതാം. TV പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിന്റെ പേര് എഴുതാം. ഹെൽത്ത് ലൈനും അങ്ങനെ എന്തോ പറഞ്ഞൊരു പ്രോഗ്രാം, ഡോക്ടറോട് ചോദിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവാറില്ലേ. പിന്നെ റേഡിയോ പ്രോഗ്രാം അതിലും ഉണ്ടാവും, ആരോഗ്യ കേരളം എന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ട് പ്രോഗ്രാം റേഡിയോയിലും കേൾക്കാറുണ്ട്. പിന്നെ ഇതുപോലെ അങ്ങനെയുള്ള കിട്ടുന്നത് മാത്രം അതിന്റെ നെയിം മാത്രം കളക്ട് ചെയ്ത് വെക്കുക. കൂടുതലൊന്നും എഴുതണ്ട. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ മനസ്സിലായി. ഗുഡ് ഈവനിങ് മാഡം. ഇന്ന് നമുക്ക് ക്ലാസ് എടുത്ത ജിഷ മിസ്സിന് പിന്നെ ക്ലാസ് കേട്ട സ്റ്റുഡൻസിനും നന്ദി അറിയിക്കുന്നു. നമുക്ക് അസൈൻമെന്റ് ബുക്കിനകത്ത് എഴുതാനുള്ളതല്ലേ ഇന്നത്തെ അസൈൻമെന്റ് നമ്മൾ ആക്ടിവിറ്റി ബുക്കിനകത്ത് എഴുതേണ്ടതല്ലേ? അതെ അതെ അതെ. പേര് മാത്രം എഴുതിയാൽ മതി, അതിന്റെ ചിത്രങ്ങളൊന്നും വേണ്ട. ഒന്നും വേണ്ട, പേര് മാത്രം. അത് ബുക്ക് ഏതാണ്, മാഗസീൻ ആണെങ്കിൽ മാഗസീന്റെ പേര് എന്താണ്, അത് മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും നിങ്ങൾക്ക് എഴുതാം മാഗസീൻ ഏതാണെന്നത്. മലയാളത്തിലുള്ളവർന്നാന്ന് തോന്നുന്നു ആരോഗ്യ മാസിക എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ മാക്സിമം കളക്ട് ചെയ്യുക, കുറെയൊക്കെ കിട്ടും. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. ഫസീലയുടെ കയ്യിൽ കുഞ്ഞുണ്ടോ? ഫസീലയെ മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ.